നീ ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഈ പച്ചക്കറി വീട്ടിൽ കൊടുത്തിട്ട് വരാം. ആ ഞാൻ ചേട്ടൻ്റെ മോള് വരുന്നുണ്ടല്ലോ, അത് കൊടുത്താൽ പോരെ അങ്ങോട്ട്. മോളെ ഈ പച്ചക്കറി വീട്ടോട്ട് കൊണ്ടുപോകും. മോളെ മോളെ നിന്റെ അച്ഛനാടി പറയുന്നേ. അയ്യോ അച്ഛനായിരുന്നോ? ഇടയ്ക്കിടയ്ക്കൊക്കെ നീ തലയൊന്ന് പൊക്കി നോക്കണം, പോസ്റ്റ് വണ്ടിയൊക്കെ ഉള്ളോ. അയ്യോ എൻ്റെ മോളെ വീട്ടിലെങ്കിലും നീ തല പൊക്കി നടക്ക്. ശരി അച്ഛാ. എന്തൊരു ഭവ്യത എൻ്റെ മോക്ക്. അയ്യോ ഇനി അവക്ക് എൻ്റെ മുഖം ഓർമ്മയുണ്ടോ? വലിയണ്ണ, നന്ദിനി മോളെ ടൗണിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു. അവള് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല അണ്ണാ. ഞാനങ്ങ് വല്ലാതായി പോയി. എൻ്റെ പൊന്നിലീലേ, അവള് കണ്ടു കാണത്തില്ലായിരിക്കൂടി. അതെന്നാ അണ്ണാ, അവിടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ ലീലേ, അവിടെ കണ്ണിനല്ല കുഴപ്പം, അവിടെ പെടലിക്കാ. അയ്യോ അച്ഛാ അച്ഛാ, ആരോ വിളിക്കുന്നു, പാട്ട് വേണോന്ന് ചോദിക്കുന്നു. മോളെ ഇത് കസ്റ്റമർ കെയർ ചെയ്യുന്ന ആണുങ്ങൾ ആരും അല്ല മോളെ. ആണോ? എന്തൊരു ഭവ്യത. ഞാനങ്ങ് പേടിച്ചു പോയച്ചാ. ആരാ? ലൈൻമാനോ? അച്ഛാ എന്തു പറ്റി മോളെ? ഒന്നും അറിയത്തില്ല അച്ഛാ, രാവിലെ മുതലേ ഉണ്ട്. നമുക്ക് ആശുപത്രി പോയാലോ? കുട്ടിയുടെ ആരായിരുന്നു? അച്ഛൻ. ആ കൺഗ്രാറ്റുലേഷൻ, നിങ്ങളൊരു അപ്പൂപ്പനാവാൻ പോകുന്നു. താങ്ക് യു. അയ്യോ ഡോക്ടറെ, എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാതിരിക്കുമോ? എന്തായാലും ഗർഭിണിയായിട്ടുണ്ട്. എന്നാലും എൻ്റെ നന്ദിനി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ആരാ മോളെ? അതാ അച്ഛാ ഞാനും ആലോചിക്കുന്നത്. കേവണ് കുഴിയെടുക്കാൻ വന്ന ദിലീപൻ ചേട്ടനാണോ, അതോ തെങ്ങ് കയറാൻ വന്ന ബംഗാളി സോമലു ആണോ, അതോ അല്ലെങ്കിൽ തങ്കം ബസ്സിലെ കണ്ണൻ ചേട്ടനാണോ? നീ കുഴി നോക്കി നടന്ന ചിത്രേ, അപ്പം നീ നേരെ നോക്കി നടന്ന ഈ പഞ്ചായത്ത് മൊത്തം